ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ISROയുടെ അണ്ടറിൽ വരുന്ന VSSCയിലേക്ക് പുതിയ 2 നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു. അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് അതേപോലെ സയന്റിഫിക് അസിസ്റ്റന്റ്. ഈ 2 പോസ്റ്റുകളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ക്വാളിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആ എക്സാമിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 31/5/2025 അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 4/6/2025 അതേപോലെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് 18/6/2025 അപ്പം ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ടൈമിന് മുമ്പ് തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് തന്നെ 18-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് VSSC കരിയേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നത് VSSCയുടെ ഈ സൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ കരിയേഴ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇതിൽ നോട്ടിഫിക്കേഷൻസ് കറന്റ് വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാ ലിങ്ക് കാണും. അപ്പം നമുക്ക് വേണ്ടത് ഫസ്റ്റ് വൺ ആണ് VSSC, അതായത് നമ്പർ RMG 335 എന്ന് പറയുന്ന നമ്പറിലാണ് നമുക്ക് ആ നോട്ടിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് പോകും. അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. അതേപോലെ നമ്മൾ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമും അവിടെ കാണും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനിൽ കണ്ട ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ പോവുകയും ആ നോട്ടിഫിക്കേഷൻ്റെ അവിടെ അപ്ലൈ, പ്രിന്റ്, വെരിഫൈ, OTP ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണും. അതിൽ നിങ്ങൾക്ക് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഒരു സൈറ്റിലേക്ക് പോകും. അവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ നമ്പർ RMG 335 കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ നെയിം അതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട പോസ്റ്റ്, നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ, ഓട്ടോമൊബൈൽ, സിവിൽ അങ്ങനെ എല്ലാത്തിൻ്റെയും പേര് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ആ വെരിഫിക്കേഷൻ കോഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീൻ തെളിഞ്ഞു വരും. അതായത് നമ്മൾ കൊടുത്ത ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലിങ്ക് നമുക്ക് മെയിലായിട്ട് വന്നിട്ടുണ്ടെന്നായിരിക്കും ആ ഒരു ടാബിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലിങ്ക് കാണും. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കറക്റ്റ് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന വിൻഡോ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ മെയിലും അതേപോലെ നിങ്ങൾ കൊടുത്ത നെയിമും ഇമെയിൽ അഡ്രസ്സ് അതേപോലെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്തത് അത് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ അത് കൺഫേം കൊടുക്കുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും. അവിടെ വരുമ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ഇവിടെ വരും. നെക്സ്റ്റ് വരേണ്ടത് ഫോട്ടോയാണ്. ഫോട്ടോ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 30 KB ആണ്. അതേപോലെ സിഗ്നേച്ചറിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 30 KB ആണ്. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അപ്ലോഡ് ഫോട്ടോ സിഗ്നേച്ചർ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന പേജിൽ നമുക്കൊരു വാണിംഗ് ആണ് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മോഡിഫിക്കേഷൻ പറ്റുന്നതല്ല. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാനായിട്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ അത് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും. ആപ്ലിക്കേഷൻ ഫോമിൽ 4 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അതേപോലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ അതർ ഡീറ്റെയിൽസ്. ഇങ്ങനെ 4 പോർഷൻസ് ഉണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ. നമ്മൾ ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ നെയിം ചോദിക്കും, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മുടെ ജെൻഡർ, അതേപോലെ ഫാദേഴ്സ് നെയിം, അതേപോലെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറി, അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ ആ ഒരു ടാബിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാം. അതേപോലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, സ്റ്റേറ്റ് ഒക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് സെയിം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്
നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കായിരിക്കും. അവിടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ഏതാണോ അത് സെലക്ട് ചെയ്യുക, നമ്മളുടെ ഡിസിപ്ലിൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഏതാണോ അതിൻ്റെ പേര്, നമ്മുടെ കോഴ്സിൻ്റെ നെയിം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇയർ ഓഫ് പാസിങ്, സ്റ്റേറ്റ്, അതേപോലെ നമ്മുടെ CGPA അല്ലെങ്കിൽ പെർസെൻറ്റേജ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ റാങ്ക് അറിയാം, യൂണിവേഴ്സിറ്റി റാങ്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്ലോമ ഷുഡ് ബി ഇൻ ഫസ്റ്റ് ക്ലാസ് ആണ്. അതായത് ഡിപ്ലോമയിൽ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന ടൈമിൽ നമ്മളോട് ഡിസിപ്ലിൻ ഏതാണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു ആദ്യം കൊടുത്തതെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക്സിൽ വരുന്ന നമ്മുടെ ഡിസിപ്ലിൻ എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, അതർ ഇക്വലന്റ് ഡിസിപ്ലിൻ, ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ട്രേഡ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഏത് ട്രേഡ് ആണോ അതനുസരിച്ചുള്ള ഡിസിപ്ലിൻസ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതിപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതർ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് എക്സാം സെൻറ്റർ നമ്മുടെ സിറ്റി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ 3 എക്സാം സെന്റേഴ്സ് ആണുള്ളത്, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. എക്സാം സെന്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം കൊടുക്കാം, അല്ലെങ്കിൽ കൊച്ചി കൊടുക്കാം. നമുക്കിഷ്ടമുള്ളത് ഫസ്റ്റിലേക്ക് കൊടുത്ത് നമുക്ക് ആ ഒരു ഓർഡറിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇതിന് നമുക്കൊരു പേയ്മെന്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് റീഫണ്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് നമ്പർ അവർ ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നെയിം ഓഫ് ദി അക്കൗണ്ട് ഹോൾഡറുടെ, നെയിം ഓഫ് ദി ബാങ്ക്, അതേപോലെ നെയിം ഓഫ് ദി ബ്രാഞ്ച്, IFSC കോഡ് ഇത്രയും കൊടുക്കുക. പിന്നീട് ടോട്ടൽ എക്സ്പീരിയൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇഫ് സെലക്ടഡ് മിനിമം ടൈം റിക്വയർഡ് ടു ജോയിൻ. ഇപ്പം നമ്മൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ട ടൈമാണ് അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 മന്ത് ആണോ 2 മന്ത് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഹിന്ദിയിലാണോ എക്സാം എഴുതാൻ റിട്ടൺ ടെസ്റ്റ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വായിച്ചു നോക്കി നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ബോക്സിൽ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിവ്യൂവിൻ്റെ ടൈമിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രിവ്യൂ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ പ്രിവ്യൂവിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന്, നമ്മളുടെ പേര്, അച്ഛൻ്റെ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അങ്ങനെ നമ്മൾ കൊടുത്ത അഡ്രസ്സ്, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതേപോലെ ക്വാളിഫിക്കേഷൻ നോക്കുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ കറക്റ്റായിട്ടാണോ എൻ്റർ ചെയ്തതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കാം. വൺസ് നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രിവ്യൂവിൻ്റെ ടൈമിൽ നോക്കിയിട്ട് ഗോ ബാക്ക് കൊടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം കറക്റ്റാണ്, തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വീണ്ടും വരും. നമുക്ക് ആദ്യം വന്നതുപോലെ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് വന്നതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്ന മെയിൽ എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അടങ്ങിയ ഒരു മെയിലായിരിക്കും. നിങ്ങൾക്ക് ആ മെയിലിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയും. അതേപോലെ നിങ്ങളുടെ പേയ്മെൻറ്റും അത് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റ് പല ഓപ്ഷൻസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. അതേപോലെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ നിങ്ങൾക്ക് അന്നേരം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിച്ച് നമ്മൾ കയറി നമുക്ക് ഫീ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന ഒരു ടാബാണിത്. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ അതായത് രജിസ്റ്റർ നമ്പർ മറന്നുപോകാതെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യണം. നമ്മുടെ മെയിലിൽ കാണും അത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പിന്നീട് വരുന്ന പ്രോസസ്സുകൾക്കൊക്കെ വേണ്ടത് ആ രജിസ്റ്റർ നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ ആ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ISRO VSSC ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു,
അപ്പം നിങ്ങൾക്ക് ഇനി പഠിച്ചു തുടങ്ങേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതേപോലെ ഒരു മെന്റർഷിപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതേപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഒരു കണ്ടന്റും നമ്മുടെ ഈ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനോ നമ്മുടെ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.